അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്സല്ലി വനസ്സല്ലിം അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, ഇമാം മുസ്ലിം റഹ്മഹുല്ല തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. ആ സംഭവം ഇങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്നഹ ഖാലത്ത്, അവർ പറയുകയാണ്, ജാഅത്നി മിസ്കീന, വളരെ സാധുവായ സാമ്പത്തികമായി മറ്റുമൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായും കഴിക്കാനില്ലാത്ത അത്ര രൂപത്തിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സഹോദരി, ഒരു പെൺകുട്ടി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നു. തഹ്മീലു ഇബ്നതൈനി ലഹ, അവർ വരുമ്പോൾ അവരുടെ ഒക്കത്ത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ രണ്ട് പെൺമക്കളെ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ബീവി ആയിഷയുടെ അടുക്കലേക്ക് വരുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് വന്നു. ആ രംഗം കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹുവിന് കാര്യങ്ങൾ മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅത്അംതുഹാ സലാസ മറാത്തിൻ, ഞാൻ അവർക്ക് 3 പ്രാവശ്യം ഭക്ഷണം കൊടുത്തു. ഭക്ഷണമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വിചാരിക്കുന്നത് പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നുമല്ല, മറിച്ച് അവിടെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം. അതെപ്പോഴും കാണുന്നത് ഈത്തപ്പഴമായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറ, ഈ വന്ന ഇവർക്ക് 2 പേർക്കും, ഈ മക്കൾക്ക് 2 പേർക്കും ഞാൻ ഈത്തപ്പഴം കൊടുത്തു. എൻ്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഈത്തപ്പഴം ഞാൻ കൊടുക്കുകയുണ്ടായി. ഫറഫഅത് ഇലാ ഫിഹാ തംറത്തൻ ലിതഅകുലഹ, അപ്പോൾ ആ ഈത്തപ്പഴം കൊടുത്തപ്പോൾ അതിലൊരു ഈത്തപ്പഴം ഈ മാതാവ് വാങ്ങി. മാതാവിന് വിശപ്പുണ്ടായിരുന്നു. ആ ഈത്തപ്പഴം ഇങ്ങനെ കഴിക്കുന്നതിന് വേണ്ടി വായുടെ ഭാഗത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ആ മാതാവിൻ്റെ കുഞ്ഞ് ആ ഈത്തപ്പഴത്തിന് 2 മക്കളും ആവശ്യപ്പെട്ടു. അവർക്കും വിശക്കുന്നു, ഈ ഉമ്മാക്കും വിശക്കുന്നു, ആ ഉമ്മാടെ ഒപ്പത്തിരിക്കുന്ന 2 മക്കൾക്കും വിശക്കുന്നു. ഉമ്മായുടെ വിശപ്പ് കൊണ്ട് ഉമ്മ കഴിക്കാനായി ഇങ്ങനെ ചുണ്ടിനോട് അടുപ്പിച്ചപ്പോൾ ആ 2 മക്കളും, ഉമ്മ അത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഈത്തപ്പഴമാണ് കയ്യിലുള്ളത്. ഫശഖത്തിൽ തംറ അല്ലത്തി കാനത്ത് തുരീദു അൻ തഅകുലഹ ബൈനഹുമ, ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷിക്കാൻ ആഗ്രഹിച്ച ആ ഒരു ഈത്തപ്പഴം അതിനെ 2 പിളർപ്പാക്കുകയും ആ 2 പിളർപ്പിനെ ഈ 2 മക്കൾക്കിടയിലായി ഈ 2 മക്കൾക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വിശപ്പ് ആ ഉമ്മാക്കുണ്ട്, എങ്കിലും ആ മക്കളുടെ വിശപ്പ് ഉമ്മായുടെ വിശപ്പിനേക്കാളും ഉമ്മാക്ക് വളരെ വേദനയായിരുന്നു. അങ്ങനെ ആ മക്കൾക്ക് 2 പേർക്കുമായി അതിനെ പിളർന്നു പുകുത്തു കൊടുത്തു. ഫഅജബനി ശഅനഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഅജബനി ശഅനുഹ, അവർ ഈ ചെയ്ത പ്രവൃത്തിയുണ്ടല്ലോ, ആ ഒരു ഈത്തപ്പഴം അവർ തന്നെ വിശപ്പ് കൊണ്ട് കഴിക്കാൻ വേണ്ടി ചുണ്ടിനോട് അടുപ്പിച്ചപ്പോൾ 2 മക്കളും ഈത്തപ്പഴം വേണമെന്ന് പറഞ്ഞ് വിശപ്പ് കൊണ്ട് അവർ ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം വിശപ്പിനെ മറന്ന് ആ 2 മക്കളുടെ വിശപ്പിന് മുമ്പിൽ സ്വന്തം വിശപ്പിനെ മാറ്റിവെച്ച് അതിനെ പിളർന്ന് 2 മക്കൾക്കായിട്ട് കൊടുത്ത ആ ഒരു സംഭവം എന്നിൽ വല്ലാത്തൊരു ആശ്ചര്യമുളവാക്കി. അങ്ങനെ ഞാൻ എന്തു ചെയ്തു? ഫദക്കർത്തുല്ലദീ സ്വനഅതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉമ്മ, ആ സാധുവായ പെൺകുട്ടി ചെയ്ത സംഭവം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ പ്രവാചകനോട് പറയുകയുണ്ടായി. ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി നബിയെ, എനിക്കതിന് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു ആ ഉമ്മയുടെ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ ഔജബ ലഹാ ബിഹൽ ജന്ന, തീർച്ചയായും ആ വായിലേക്ക് വിശപ്പ് കൊണ്ട് കഴിക്കാൻ സ്വന്തം ചുണ്ടിലേക്ക് അടുപ്പിച്ച ആ ഈത്തപ്പഴത്തിനെ 2 മക്കൾക്കായിട്ട് പിളർന്നു കൊടുത്ത ഉമ്മയുടെ ആ ഒരു പ്രവർത്തനമുണ്ടല്ലോ, ആ ഒരു പ്രവർത്തനത്തിന് പകരമായിട്ട് അല്ലാഹു തആല ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ ആ സ്വർഗം ആ ഉമ്മാക്ക് നിർബന്ധമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ബിഹ മിനന്നാർ,
ആ ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മക്കൾക്ക് സ്വന്തമായി കഴിക്കേണ്ടുന്ന വിശപ്പുണ്ടായിരുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി എടുത്തിരുന്ന ആ ഒരു ഈത്തപ്പഴം, അതിനെ തൻ്റെ മക്കൾ ആവശ്യപ്പെട്ടപ്പോൾ, മക്കളുടെ വിശപ്പ് കൊണ്ട് മക്കൾ ചോദിച്ചപ്പോൾ അതിനെ പിളർന്ന് രണ്ട് മക്കൾക്കിടയിലായി കൊടുക്കാൻ മനസ്സ് കാണിച്ച ആ ഉമ്മായുടെ മനസ്സിന് അള്ളാഹു താല സ്വർഗമാണ് നൽകുന്നത്, നരകമോചനമാണ് അള്ളാഹു താല നൽകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മണി ആഹാരമാണെങ്കിലും അതിനെ നമ്മൾ നിസ്സാരമായി കാണണ്ട. ആ ഒരു മണി ആഹാരത്തിന് എൻ്റെയും നിങ്ങളുടെയും സ്വർഗം വാങ്ങിത്തരാൻ, എനിക്ക് നിങ്ങൾക്കും സ്വർഗം വാങ്ങിത്തരാനും എനിക്ക് നിങ്ങൾക്കും നരകം ഒഴിവാക്കിത്തരാനും ആ ഒരു മണി ആഹാരത്തിന് കഴിയും. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, ഇത്തഖുന്നാറ വലോ ബിശിഖ്ഖി തംറ, നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം, നരകത്തിൽ പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരു ഈത്തപ്പഴത്തിനെ പിളർന്ന് അതിൻ്റെ ഒരു ഭാഗം സ്വതക്ക ചെയ്തിട്ടാണെങ്കിലും ആ സ്വതക്കയുടെ കൂലി കൊണ്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പ്രവാചകന്റെ വേറൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഉമ്മയുടെ പ്രവർത്തനത്തെ, വിശപ്പ് കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ ഉമ്മയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ മാതൃസ്നേഹം നമുക്ക് കാണാൻ കഴിയും. ആ മാതൃസ്നേഹം ആ ഉമ്മയുടെ വിശപ്പ് അല്പസമയത്തേക്ക് മറക്കാൻ ആ ഉമ്മയെ പ്രേരിപ്പിച്ചു. സ്വന്തം മക്കൾക്ക് വേണ്ടി കയ്യിലുള്ള ഒരു ഈത്തപ്പഴത്തിനെ പിളർന്നു കൊടുത്തു. ആ ഒരു പ്രവർത്തനം അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അവർക്ക് സ്വർഗം നൽകുകയും ചെയ്തു. നരകമോചനം അള്ളാഹു ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും അന്നം തന്നു, എന്നെയും നിങ്ങളെയും ഈ രൂപത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, പലപ്പോഴും അവർ ഇല്ലായ്മകളും വല്ലായ്മകളും നമ്മളോടൊന്നും പറയാതെ അതൊക്കെ മറച്ചു വെച്ച് അവർ പലപ്പോഴും രുചികരമായ ഭക്ഷണങ്ങൾ പോലും കഴിക്കാതെ നമുക്ക് വേണ്ടി നാട്ടിലും വിദേശത്തും അതുപോലെ പല സ്ഥലങ്ങളിലും അധ്വാനിച്ച് പലപ്പോഴും നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാതെ ആ രൂപത്തിൽ കഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് അന്നത്തിന്റെ വഴികൾ തുറന്നു തരുമ്പോൾ അതിലൂടെ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അവർക്കൊക്കെ അള്ളാഹു തആല സ്വർഗം കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും സ്വർഗം നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഉപ്പമാർ, ഉമ്മമാർ, നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും അടക്കപ്പെട്ടിരിക്കുന്നവർ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്വർഗത്തിന് അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ സംഭവം നമുക്ക് മുമ്പിൽ നൽകുന്ന വലിയൊരു സന്ദേശം മാതാപിതാക്കളുടെ ത്യാഗം, ഭക്ഷണത്തിനെ ബഹുമാനിക്കുക. അത് ഒരു നുള്ളാണെങ്കിലും ശരി, അതിനെ നിസ്സാരമായി കാണരുത്. നമ്മൾ കപ്പലണ്ടി കഴിക്കുമ്പോൾ കപ്പലണ്ടിയിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ചില കുരുക്കൾ തറയിലേക്ക് വീണു പോയേക്കാം. അതിനെപ്പോലും നമ്മൾ നിസ്സാരമായി കാണരുത്. അതിനെ നമ്മൾ എടുത്ത് കഴിക്കാനും നമ്മളോടൊപ്പമുള്ളവരെ അതിനെ കഴിപ്പിക്കാനും പ്രേരിപ്പിക്കണം. കാരണം ഒരു മണി ആഹാരമാണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്നവർക്ക് സ്വർഗം നേടിത്തരാൻ കാരണമായി തീരും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.